നടി അൻസിബ ലക്ഷ്മിപ്രിയയ്ക്കും വനിതാ SIക്കും എതിരെ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SI രേഷ്മ അൻസിബയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തതെന്നുമാണ് തൃക്കാക്കര ASPയുടെ റിപ്പോർട്ട്. പരാതിയിൽ കേസെടുക്കാനാവില്ലെന്നും കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിലും അടിസ്ഥാനമില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതിയിൽ മേലുദ്യോഗസ്ഥരുമായി ആലോചിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് കടവന്ത്രി പോലീസ് സ്വീകരിക്കുന്ന നിലപാട്. അതേസമയം റിപ്പോർട്ടിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് അൻസിബ് വ്യക്തമാക്കി. വനിതാ സെല്ലിൽ വിളിച്ചു വരുത്തി 3 മണിക്കൂറോളം ഇരുത്തുകയും ലക്ഷ്മിപ്രിയയും ലക്ഷ്മിപ്രിയയുടെ ഭർത്താവും SI രേഷ്മയും ഉൾപ്പെടെ 3 പേരും കൂടെ ഒരുമിച്ച് എന്നെ ഇന്ററോഗേറ്റ് ചെയ്യുകയായിരുന്നു SI രേഷ്മയുടെ മുറിയിൽ വെച്ചിട്ട്. എന്റെ ഫണ്ടമെന്റൽ റൈറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാനെന്ന വ്യക്തിക്ക് ഇന്ത്യയിൽ അവർ 3 പേർക്കും എന്തൊക്കെ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടോ അതെല്ലാമുള്ള എൻ്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് അന്ന് അവിടെ ചോദ്യം ചെയ്യൽ നടത്തിയത്. അതെന്റെ ഫണ്ടമെന്റൽ റൈറ്റിനെയാണ് ചോദ്യം ചെയ്തത്. എൻ്റെ മൗലിക അവകാശത്തെ ചോദ്യം ചെയ്തതിന് പോലീസുകാർക്ക് തെറ്റൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കുന്നതായിരിക്കും. കാരണം എൻ്റെ മൗലിക അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. എൻ്റെ മൗലിക അവകാശമാണത്. അൻസിബയ്ക്ക് പിന്നിൽ കൃത്യമായ അജണ്ട ഉണ്ടെന്ന് ലക്ഷ്മിപ്രിയ പ്രതികരിച്ചു. അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. എനിക്ക് എന്താണോ വന്നിട്ടുള്ളത്, അൻസിബയിൽ നിന്നും എനിക്ക് എന്താണോ നേരിട്ടിട്ടുള്ളത്, ആ കാര്യം വെറും 4 വരിയിൽ ഞാൻ പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പുതിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പൊതു സമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിൽ വലിയൊരു വിവാദമാക്കി കൊണ്ടുവന്നതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും കൃത്യമായ അജണ്ടയുണ്ട്. അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അൻസിബ